മലയാളത്തിൽ രാമായണം എഴുതാൻ പാടില്ല എന്ന് നിയമം ഉണ്ടായിരുന്ന ഒരു രാജ്യമാട്ടോ നമ്മുടെ. രാമായണം മലയാളത്തിൽ എഴുതിയാലുള്ള കുഴപ്പം എന്താണെന്നറിയോ? അത് കേട്ടാൽ കേൾക്കണമെന്ന് നരകത്തിൽ പോകുന്ന. അഷ്ടാദശ പുരാണാനി രാമസ്യ ചരിതാനിച ഭാഷായം മാനവം ശ്രുത്വ രൗരവം നരകം വ്രജേൽ എന്നാണ് നിയമം. അതായത് രാമായണം മലയാളത്തിൽ എഴുതിയാലുള്ള കുഴപ്പം എന്താ വെച്ചാൽ കേട്ടാൽ കേൾക്കണം നരകത്തിൽ പോകും. കേൾക്കണം നരകത്തിൽ പോവെങ്കിൽ ആരെങ്കിലും കേൾക്കുമെന്ന്, കേൾക്കാൻ ആളില്ലെങ്കിൽ ആരെങ്കിലും എഴുതുമെന്ന്. അതിനെ മുറിച്ച് കടന്ന് രാമായണം എഴുതിയ മനുഷ്യന്റെ പേരാണ് കേട്ടോ എഴുത്തച്ഛൻ എന്ന് പറയണേ. എഴുത്തച്ഛനോടൊന്ന് ചോദിച്ചു എത്ര ആടും, കാരണം ചക്കിലിട്ട് ആട്ട നായരാണേ, എത്ര ആടും ചക്കിലെന്ന് ചോദിച്ചപ്പോൾ എഴുത്തച്ഛൻ പറഞ്ഞത് 4 ആടും 6 ആടുന്ന. എല്ലാ വേദവും ആടും, ഇപ്പുറത്തുള്ള എല്ലാ പുരാണവും ആടുന്നതാണ്. എഴുത്തച്ഛൻ തന്നെ കൃത്യമായിട്ട് അടയാളപ്പെടുത്തി വെക്കുന്നുണ്ട്. രാമായണങ്ങൾ പലതും കവിവര രാമോദമോട പറഞ്ഞു കേൾക്കുണ്ടു നാം, ജാനകിയാളെ കൂടാതെ രഘുത്തമൻ കാനനവാസത്തിന് എങ്ങു പോയിട്ടുള്ളൂ എന്ന്. അവിടുന്ന് ഒരുപാട് രാമായണങ്ങൾ മലയാളത്തിൽ ഉണ്ടായിട്ടോ. കവി അതിനെക്കുറിച്ച് അഭിമാനത്തോട്ട് പറയുന്നുണ്ട്. ധാരണ മാറി മലയാളത്തിൽ കവിതകൾ എഴുതാമെന്നായി അങ്ങനെ കേരള നാടിന് കിട്ടി തനതായി ശ്രീഭാരതവും രാമായണവും ദൈവക്ഷേത്ര മതിൽക്കെട്ടുകളിൽ കൂത്തും പാഠകവും ചില നാടകഗാനങ്ങളുമായി കൈരളി കൊട്ടിയ മിഴാവിനൊച്ചകൾ കേൾക്കൂ നമ്മളെന്ന് ഇടയ്ക്കൊന്ന് പറഞ്ഞു പൊക്കോട്ടെ. നമ്മളതിനെ മുറിച്ചു കടന്നത് അവിടം കൊണ്ട് മാത്രമല്ല, നമ്മളതിനെ മുറിച്ചു കടന്നത് മാപ്പിള രാമായണം എഴുതിക്കൊണ്ടാണ്. ഞാനിത് എവിടെ വേദി കിട്ടിയാലും പറയാറുണ്ട്. കാരണം അധികം കാലം ഈ സാധനം പറഞ്ഞു നടക്കാൻ പറ്റില്ല, ഈ പുസ്തകം ഇപ്പം കിട്ടാനില്ല. എന്നാണ് നിരോധിക്കാമെന്നറിയില്ല. നാദാപുരത്ത്, കേരളത്തിലുണ്ടായതാണ്. നാദാപുരത്ത് അവിടുത്തെ ഹിന്ദുക്കൾ, അവിടുത്തെ മുസ്ലിങ്ങൾക്ക് മനസ്സിലാകാൻ പറ്റുന്ന ഭാഷയിൽ മാപ്പിളപ്പാട്ടിന്റെ ഈണത്തിൽ നാടൻ ശീലുകളുടെ അകമ്പടിയോടുകൂടി എഴുതിയ ഒരു പാട്ടുകാവ്യത്തിന്റെ, അതും ഈ പാട്ട് പാരമ്പര്യത്തിന്റെ ഭാഗമായതുകൊണ്ട് പറയാണ്, ഒരു പാട്ടുകാവ്യത്തിന്റെ പേരാണ് മാപ്പിള രാമായണം എന്ന് പറയുന്നത്. അതിന്റെ വായ്ത്താരി ഇങ്ങനെയാണ്: ലാമ 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 ലാമ. രാമനല്ല കേട്ടോ, ലാമനാണ്. അതിൻ്റെ തുടക്കത്തിൽ എന്താണ് രാമായണം അവർ സംഗ്രഹിച്ച് പറയുന്നു. പണ്ട് താടിക്കാരനൗലി, താടിക്കാരനായിട്ടുള്ള മൊയിലുകാർ ആരാ? വാൽമീകി. പണ്ട് താടിക്കാരനൗലി പാടി വന്നൊരു പാട്ട്, കണ്ടതല്ലേ ഞമ്മളി രാമായണം കഥപ്പാട്ട്. രണ്ട് വരിയിൽ രാമായണം എന്താണെന്ന് സംഗ്രഹിച്ചു കൊടുക്കുന്നുണ്ട്. ആ വരികൾ ഇങ്ങനെയാണ്: കെട്ടിയോൾക്കു വരം കൊടുത്ത് സുയിപ്പിലായൊരു പാട്ട്, ലങ്കവാണോൻ പത്തുമൂക്കൻ അലാക്കിലായൊരു പാട്ട്. കുറച്ചങ്ങോട്ട് മുന്നോട്ട് പോകുന്നു. ശൂർപ്പണഖ വന്ന് രാമനോട് പ്രണയാഭ്യർത്ഥന നടത്തുന്നുണ്ട്. അപ്പൊ ശൂർപ്പണഖ രാമനോട് ചോദിക്കാണ്, ആരാ ഇങ്ങള് വല്യക്കാരാ, പേരെന്താണ്ടോ, കൂടെ കാണുന്നാരാ പെണ്ണ് ബീഡരാണോ, മക്കളുണ്ടോ, കൂടെ മരുമക്കളുണ്ടോ, കൊക്കും പൂഞ്ചോന്ന പെണ്ണ് പെറ്റിട്ടുണ്ടോ? രാമന്റെ മറുപടി: ഞാനോ രാമൻ സീതാ ബീഡര് പെറ്റിട്ടില്ല, കൂടെ അനുജൻ ലക്ഷ്മണൻ കുട്ടിയും കൂട്ടിനുണ്ട്, കോസല നാട് കൊസലടി നാട് വാപ്പാ നാട്, കാരണമുണ്ടിക്കാട്ടില് വന്നന് നീയാരുമ്മ. ആ പ്രണയാഭ്യർത്ഥന രാമൻ നിരസിക്കുന്നത് 2 വരി കൊണ്ടാണ്. വളരെ ക്ലാസ്സാണ് കേട്ടോ, തനി വടക്കൻ ശൈലിയാണ്. തേക്കുന്നെണ്ണ പിടിച്ചാലെന്തിന് മാറ്റി തേക്കുന്ന്, ലങ്കാശിങ്കെ പോട് മോളെ പാടും നോക്കി എന്ന് പറഞ്ഞുകൊണ്ടാണ് ആ പ്രണയാഭ്യർത്ഥന നിരസിക്കുന്നത്. അതിലൊരുപാട് ഗവേഷണം നടക്കുന്നുണ്ട് കേട്ടോ. അതിലൊരു ഗവേഷണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, എപ്പോഴാണ് ഈ പറയുന്ന ഹനുമാൻ ലങ്കയിൽ ചെന്നത്? കാരണം രാവണ ഈ 10 തലയാണല്ലോ, വളരെ വിജിലന്റ് ആയിട്ടിരിക്കുകയാണ്. ഒരു ഗ്യാപ്പ് കിട്ടണ്ടേ? ഇവരെ കണ്ടുപിടിക്കേണ്ട ഗ്യാപ്പ് എപ്പോഴാണെന്നറിയോ? ഈ രാവണൻ ഷേവ് ചെയ്യുമ്പോഴെന്നാ. കാരണം ചങ്ങായിക്ക് 10 താടി ഉണ്ടല്ലോ. രാജാവ് സ്വന്തമായിട്ട് ഷേവ് ചെയ്യില്ല, അഭിമാന പ്രശ്നമല്ലേ? രാജവൈദ്യം എന്ന് പറഞ്ഞ മാതിരി രാജ ബാർബർ ഒരാളെ ഉണ്ടാവുള്ളൂ. ഒരാൾ ഈ 10 താടിയും പഠിച്ചു വരുമ്പോഴേക്കും ഒരു 1/4 മണിക്കൂർ ഗ്യാപ്പ് വരുന്നു. ആ ഗ്യാപ്പിലാണ് ഹനുമാൻ ചെല്ലുന്നതെന്ന് ഇവർ കണ്ടുപിടിക്കുന്നു. അതിന്റെ ഈണാണെങ്കിൽ അതിലും കേമാട്ടം. ഈണം എങ്ങനെയാണ്? കാലൻ കരിങ്കാലൻ ലാവണൻ 10 താടി വടിപ്പിക്കും നേരത്ത്, വാലുള്ള ഹനുമാനോ ലങ്കയിൽ ചെന്ന് പൂമരക്കൊമ്പത്തുന്ന് കീയെന്ന്. ഇത്തരം ബഹുസ്വരതകൾ ഉണ്ടായിരുന്ന, ഇത്തരം ഈണങ്ങൾ ഉണ്ടായിരുന്ന ഒരു നാടായിരുന്നു കേട്ടോ നമ്മുടേത്. ഒന്ന് ഓർമ്മിപ്പിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. ഞാൻ പറഞ്ഞു വന്നത്, ഈ രാമനെക്കുറിച്ച് ആദ്യമായി മലയാളത്തിൽ എഴുതിയത്, അതിൻ്റെ പേരിൽ ഒരുപാട് പഴി കേൾക്കേണ്ടി വന്നത്, സി രാധാകൃഷ്ണനൊക്കെ വായിച്ചാൽ അത് മനസ്സിലാവും. അതിൻ്റെ പേരിൽ കൽപ്പിക്കപ്പെട്ട ഭ്രഷ്ടന്റെ കഥയെല്ലാം അത് എഴുത്തച്ഛനായിരുന്നു. എഴുത്തച്ഛൻ്റെ ഏറ്റവും മനോഹരമായ വൃത്തം കളകാഞ്ചിയാണ് കേട്ടോ.
കഥയ മമ കഥകളതിസാദരം കാകുൽസ്ഥലീലകൾ കേട്ടാൽ മതിവര എന്ന കളകാഞ്ചിയിലാണ് ഈ കിളിപ്പാട്ട് പാരമ്പര്യം എന്നൊരു പാരമ്പര്യം എഴുത്തച്ഛൻ തുടങ്ങി വെച്ചത്.